അനുമോളുടെ കപ്പിന് പിന്നിൽ സാത്താനോ അതോ ഏഷ്യാനെറ്റോ? പറയൂ. ഇത് രണ്ടും വരും അതിനകത്ത്. എല്ലാവർക്കും നമസ്കാരം. ഒരു സൈഡിൽ നിന്ന് കുറച്ച് ദിവസം കൊണ്ട് അനുമോള് പി ആർ ഇതിന്റെ പേരിലാണ് അനുമോള് കപ്പടിച്ചെന്ന് പറഞ്ഞായിരുന്നു ഒരു സൈഡിൽ കിടന്ന് അലച്ചുകൊണ്ടിരുന്നത്. എന്നാൽ റീസെന്റ് നമ്മുടെ കുത്തിത്തിരിവ് ബിന്നി അടക്കമെന്ന് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് കട്ടപ്പ ശൈത്യ വരുന്നു, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. രണ ഫാത്തിമ വരുന്നു, അതൊക്കെ തന്നെയാണ് പറയുന്നത്. ആകെ സപ്പോർട്ട് ഉണ്ടായിരുന്ന ലക്ഷ്മി മാത്രം. പി ആർ എന്താണെന്നും പി ആർ കൊണ്ട് എന്താണ് നടക്കുന്നതെന്നും ലക്ഷ്മി കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അല്ലാണ്ട് ബാക്കി എല്ലാവരും പറയുന്നത് ഹനുമാൻ പി ആറിന്റെ ബലത്തിലാണ് ജയിച്ചതെന്ന്. എന്നാൽ ഈ കുത്തിത്തിരിപ്പ് ബിന്നി 8 ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം അവൾക്കെതിരെ വന്നിട്ട് അവൾ ഇന്നേ വരെ വാ തുറന്നിട്ടില്ല. അവൾ എന്തുകൊണ്ട് തുറക്കുന്നില്ല? അപ്പൊ അവള് 8 ലക്ഷം രൂപ പി ആറിന് കൊടുത്തിട്ട് പോലും അവിടെ നിലനിന്നില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല, ജനങ്ങൾ അവളെ ഏറ്റെടുത്തില്ല. കണ്ടപ്പോഴും കേട്ടപ്പോഴും മൊത്തം കുത്തിത്തിരിപ്പ്, നേരം കാലം വീട്ടിൽ പറഞ്ഞു വിട്ട്. പിന്നെ 8 ലക്ഷം പി ആർ കൊടുത്തത് കൊണ്ട് നിന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. വല്ല കാര്യമുണ്ടോ? ഇല്ല. 8 ലക്ഷം വെള്ളത്തിൽ വിട്ട വളി പോലെ പോയി. ഇതാണ് സംഭവിച്ചത്. എന്നാൽ വീണ്ടും അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുമോള് പി ആറിന്റെ ബലത്തിൽ ജയിച്ചെന്നാണ്. ഇവിടെ സീരിയസ്ലി ഞാൻ അനുമോള് ജയിച്ചതിന്റെ ഏറ്റവും വലിയൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം. നീയൊക്കെ റീ എൻട്രി എന്ന് പറഞ്ഞൊരു കോപ്പിലെ പരിപാടി നടത്തിയില്ലേ? അപ്പോഴും നീയൊക്കെ പോയിട്ട് ആ പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിച്ചതാണ് ഏറ്റവും മെയിൻ റീസൺ. ഒരു 50 അല്ല, ഒരു 90% അനുമോള് കപ്പടിക്കാനുണ്ടായ റീസൺ ആ ഒരു ഇൻസിഡന്റ് ആണ്. ആ സമയത്ത് അനീഷ് എന്ന് പറയുന്നവൻ ഒരു വാക്ക് കൊണ്ടുപോലും ആശ്വസിപ്പിച്ചില്ല. അതും അനീഷിന് വലിയ നെഗറ്റീവായി. ഇത് 2 കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ അനുമോള് കപ്പടിച്ചത്. സീരിയസ്ലി പറയാലോ, ഒരു 90% ഇത് തന്നെയാണ്. അല്ലാണ്ട് പിന്നെ ബാക്കിയുള്ള വീക്കിലുള്ള ഓരോ പോളുകൾ കാണിച്ച സമയത്തും അനുമോൾക്ക് നല്ലവണ്ണം വോട്ട് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. അനുമോൾ ഉള്ള ദിവസങ്ങളിൽ അനുമോൾ, അനീഷ്, ഷാനവാസ് ഇവർ 3 പേരും തന്നെയാണ് കയറി നിന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അനീഷ് അല്ലെങ്കിൽ അനുമോൾ ഇവർ 2 പേരും മാറി തന്നെയാണ് നിന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അനുമോൾക്ക് നല്ല സപ്പോർട്ട് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അത് ആദ്യം ബേസിക്കലി മനസ്സിലാക്കുക. അതുപോലും വിവരമില്ലാത്ത ബിന്നി അടക്കം വന്നിരുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിന്നി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പി ആറിന്റെ ബലമാണെന്ന്. എന്നാൽ ബിന്നി എവിക്റ്റ് ആവുന്ന ആഴ്ചയിലുള്ള ആ ഒരു വോട്ടിംഗ് ഗ്രാഫും ഒക്കെ കാണിച്ചപ്പോൾ ബിന്നിയുടെയൊക്കെ വാ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നേരെ വെട്ടാലോ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുവാടേ, കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ? കുറച്ചൊക്കെ ഒരു സ്വയമേ തന്നെ ഒരു ഉളുപ്പ് തോന്നുന്നുണ്ട്. നീയും നിന്റെ മറ്റവളും എല്ലാവരും കൂടിയൊക്കെ നിങ്ങൾ എല്ലാവരും ഈ പി ആർ കൊടുത്തേണ്. എന്നിട്ട് നിങ്ങൾ ആരും നിലനിന്നില്ല, അനുമോളം നിലനിന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചൂടെ അവർക്ക് ജനങ്ങളുടെ സപ്പോർട്ടാണെന്ന്. അതുപോലും മനസ്സിലാക്കാൻ ബുദ്ധിയും വിവരവും ഇല്ലാത്ത, കോമൺ സെൻസ് പോലും ഇല്ലാത്ത വിവരദോഷികളെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരുപാട് പേരുടെ അവളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ റീസെന്റ് തന്നെ പി ആറിന്റെ ബലത്തിലാണ് അവൾ ജയിച്ചത്, പി ആറിന്റെ പേരിൽ അവൾ കള്ളം പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ പി ആർ കൊടുക്കുന്നത് തെറ്റല്ല. പി ആർ എത്ര ലക്ഷം കൊടുത്താലും അത് അവരവരുടെ കയ്യിലുള്ള പൈസ പോലെ ഇരിക്കും. കൊടുത്തവരൊക്കെ കൊടുക്കുക, കൊടുക്കാത്തവരൊക്കെ കൊടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ അതിന്റെ പേരിലാണ് ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് ഫെയർ ആയിട്ടേ തോന്നുന്നില്ല. ഇനിയിപ്പോൾ അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ പുതിയ ഒരെണ്ണം വന്നിരിക്കുകയാണ്. പ്ലാച്ചിയിൽ കൂടോത്രം ചെയ്തുകൊണ്ട് അവൾ ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ടാണ് അവൾ കപ്പടിച്ചത്. വേറൊരു വേട്ടവാളെ. അപ്പൊ ഏത് സാധനമാണ് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണ എനിക്കും കൂടി ഒന്ന് പറഞ്ഞ അണ്ണ ഏത് കൂടിയ സാധനമാണ് അടിച്ചതെന്ന്. സീരിയസ്ലി അമ്മാതിരി സാധനമാണ് അടിച്ചല്ലോ. ഏത് സാധനമാണ് അത് അടിച്ചത്? അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഐറ്റം എനിക്കറിയാൻ പാടില്ല. കൂടോത്രം ചെയ്തിട്ടാണ് പ്ലാച്ചിയിൽ കൊണ്ടുപോയി അവൾ കപ്പടിച്ചത്. എനിക്കും ഈ കുറച്ച് കാര്യങ്ങളൊക്കെ വിശ്വാസം ഉണ്ട്. ഈ കൂടോത്രം സെറ്റപ്പ് അത് ഞാൻ നിങ്ങൾ ആരിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, അടിച്ചേൽപ്പിക്കുന്നില്ല. കാരണം അത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്, എൻ്റെ പേഴ്സണൽ ലൈഫാണ്, എൻ്റെ പേഴ്സണൽ കാര്യമാണ്. വേറെ ആർക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർക്ക് അത് വെറും കേട്ടുകഥകളും മാത്രമാണ്. അല്ലാത്തവർക്ക്, അനുഭവമുള്ളവർക്ക് അത് അത്യാവശ്യം അനുഭവം തന്നെ. അതുകൊണ്ട് ഞാൻ അത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഇവിടെ അനുമോള് പ്ലാച്ചിയിൽ കൂടോത്രം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ അത് കെട്ടിയെടുത്തോണ്ടെന്ന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നണ്ണ നിങ്ങൾ ഏത് സാധനം അടിച്ചതെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. സീരിയസ്ലി ഇപ്പോൾ ഒരിടത്തും ഇല്ലാത്തൊരു ആരോപണമായിട്ട് അണ്ണം വന്നിരിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് നാൾ മുന്നേ ഈ ശാരിക ഉണ്ടല്ലോ, മറ്റേ ബിഗ് ബോസിൽ പോയിട്ടുള്ള ആ ശാരിക തന്നെ, ലെവള് ഒരു അവനെ പിടിച്ചിരുത്തി ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ മറ്റേ അവായിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നതെന്തോ. എന്തായാലും ഇപ്പൊ റീസെന്റ് ഫൺ വിത്ത് സ്റ്റാറിലാണെന്ന് തോന്നുന്നു ഒരു ഇന്റർവ്യൂ വന്നു. എന്റെ പൊന്നാളിയാ, ഞാനിങ്ങനെ വായും വളർന്നിരിക്കുന്നു. ഇതൊക്കെ എവിടെ നിന്നാ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നതെന്ന് കണ്ടോ. കണ്ണന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുന്നേ ഉരുളി അമർത്തി ഈ അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ശ്രമിച്ചെന്ന് പറയുന്നുണ്ട്.
കട്ടപ്പയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്ക് അതാദ്യം കണ്ടിട്ട് മറ്റവന്റെ കൂടോത്രത്തിലോട്ട് പോവാം. ഒരു കണ്ടസ്റ്റന്റ് അതിനകത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്റെ അടുത്ത് പറഞ്ഞതാണ്, ഹോട്ടലിൽ വന്നതിന് ശേഷം അവിടെ നീ ജയിക്കാതിരിക്കാൻ ഉരുളി വരെ ഉണ്ടായിരുന്നു. അതെ, കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഉരുളി കമത്തുന്നത്. ഇത് അനിമോൾ കപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉരുളി കമത്താൻ പോയെന്നാണ് അവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് പറയുന്നത്. ആലപ്പുഴയിലാണ് ഈ ഉരുളി കമത്തുന്ന പരിപാടി ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ആലപ്പുഴ നിയറസ്റ്റിൽ വരുന്നത് കട്ടപ്പയല്ലേ? ഇനി കട്ടപ്പ എങ്ങാണ്ടാണ്. കട്ടപ്പ ഉരുളി എങ്ങാണ്ട കമത്തിയായിരുന്നോ? കുഞ്ഞുണ്ടാവാൻ വേണ്ടിയാണ് ഉരുളി കമത്തുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കട്ടപ്പമാര് ഇനി പറഞ്ഞതുപോലെ മേൽപ്പറഞ്ഞ കട്ടി പോലെ ഇങ്ങനെ എങ്ങാണ്ട് ഉരുളി എടുത്ത് കമത്തിയെന്ന് ദൈവത്തിനറിയാം. എന്തായാലും കമത്തിയെങ്കിൽ അത് സ്വന്തമായിട്ട് കമത്തി വെച്ചോണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ അണ്ണൻ പറയുന്ന കേൾക്കാം. അണ്ണ അടിച്ച് സാധനം ഏതായാലും അണ്ണ എനിക്കൊന്ന് പേഴ്സണലെങ്കിലും വിളിച്ച് പറഞ്ഞു തരണം. ഏതോ ഊക്കം സാധനമാണ് കേട്ടോ. അങ്ങ് അണ്ണൻ ലെവല് പോയിരിക്കുകയാണ്. ഏത് സാധനം എന്തോ കൂടുതലും അനുമോൾക്ക് തന്നെ കാണുന്നത്. അനുമോളുടെ കപ്പിന് പിന്നിൽ സാത്താനോ അതോ ഏഷ്യാനെറ്റോ? പറയൂ. ഇത് രണ്ടും വരും അതിനകത്ത്. അതായത് ഈ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ബിഗ് ബോസ് ആയിട്ട് നടക്കുന്നത്. അതിനകത്ത് ബിഗ് ബോസിനകത്ത് പ്രത്യേകം ആ ഒരു പാവക്കുട്ടിയുടെ കാര്യം പ്ലാച്ചി എന്ന് പറയുന്നത്, അത് ശരിക്കും മറ്റുള്ള ഒരു മത്സരാർത്ഥിയുടെ കയ്യിലും ഒരു സാധനവും ഇല്ല. രക്ഷാപരമായിട്ടുള്ള, ഞാൻ അതിനകത്ത് പ്രത്യേകം ഞാൻ പറയുന്നു, രക്ഷാപരമായിട്ടുള്ള ഒരു സാധനം അതിനകത്ത് കയറ്റത്തുമില്ല. ഇതേപോലെയുള്ള സാധനങ്ങൾ കയ്യിൽ എന്തുകൊണ്ട് കൊടുത്തിരിക്കുന്നു ഒന്നും നമുക്ക് മനസ്സിലായി. അന്നേരം അതിനകത്ത് 100% വിജയിക്കാൻ സാധ്യതയുള്ളതാണ് അനുമോൾ. അണ്ണ എന്തോ കാര്യമായിട്ട് പറഞ്ഞ്, അതായത് പ്ലാച്ചിയെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ടുള്ളത് രക്ഷാപ്രവർത്തനം നടത്താൻ. എന്തോന്നാ പറഞ്ഞ അണ്ണ എന്തോ കാര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ കേട്ടോണല്ലോ, ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. സീരിയസ്ലി അണ്ണ എന്തൊക്കെ പറഞ്ഞു, ഇത് കേട്ടിട്ടും അടുത്ത്, അതുകൊണ്ടാണ് ഉറങ്ങിപ്പോയത് അതിന്റെ ഇടയിൽ. ഓക്കെ, പണ്ണം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ ആർക്കും കയ്യിൽ ഇങ്ങനെ ഒരു പാവ കൊടുത്ത് വിട്ടിട്ടില്ല. അനുമോക്ക് മാത്രമാണ് ഒരു പാവയും കൊണ്ട് കയറാനുള്ള അധികാരം കൊടുത്തത്. ആ സ്ഥിതിക്ക് അതിന്റെ അകത്ത് കൊടുത്തണം തന്നെ. സത്തൻ സേവയാണ് മെയിനായിട്ട് ഇതിന്റെ അകത്ത് ചെയ്തിട്ടുള്ള. ഏത് തരം സാത്താൻ സേവയാണെന്ന് അണ്ണൻ തന്നെ പറ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കി നോക്കി. ഒരു പാവേനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് ആ പാവേനെ ആ ബിഗ് ബോസിലുള്ള അവര് തന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും അകത്തുള്ളതാ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാരണമോ? ഏഷ്യാനെറ്റ് നേരത്തെ തീരുമാനിച്ചതാണോ ഈ അനുമോൾക്ക്? ഏഷ്യാനെറ്റ് തീരുമാനിച്ചതാണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് അത് പ്രോഗ്രാം നടത്തുന്നു. ബിഗ് ബോസ് ഏഷ്യാനെറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത്. അതിൽ ആരാണ് ഇതിനകത്തുള്ള മെയിൻ എന്നുള്ളത് എനിക്ക് അറിഞ്ഞു. എന്റെ പൊന്നണ്ണ, ഇവനെ ആരുടെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്ത്? എന്റെ പൊന്ന ആങ്കർ വെച്ച് നിനക്കെങ്കിലും വായും തുറന്ന് വല്ലതും പറഞ്ഞൂടെ? വായും വളർന്നിങ്ങനെ ഇരിക്കാണ്ട് നീ എന്ത് അവൻ തുള്ളുന്നതിനനുസരിച്ച് നീയും തുള്ളാൻ നിൽക്കുന്നു. അവനെ വിവരമില്ലാതെ വിവരദോഷം വിളിച്ച് പറയുന്നു. അതും വിളിച്ച് ഏറ്റുപിടിച്ചുകൊണ്ട് അങ്ങനെ ആങ്കർ കൊള്ളാം. എടി ഞാൻ ഈ സാധനത്തിലൊക്കെ വിശ്വാസമുള്ള വ്യക്തിയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സീരിയസ്ലി ചിലപ്പോൾ എനിക്കൊരു ഒരു മൈൻഡ് സെറ്റ് തോന്നിയേക്കാം. ദൈവത്തിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ നമ്മൾ മറ്റതിലും വിശ്വസിക്കണം. ഇല്ലെന്നൊന്നും പറയുന്നില്ല. അത് ഞാൻ ആരെല്ലാം അടിച്ചേൽപ്പിക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഇവൻ വിവരദോഷമാണ് വിളിച്ചു പറയുന്നത്. അനുമോൾ പാവയ്ക്കകത്ത് കൂടോത്രം ചെയ്തും കൊണ്ടുവന്ന് ബിഗ് ബോസിന്റെ അകത്ത് നിന്ന് കളിച്ചത് സൂപ്പർ. ഏഷ്യാനെറ്റ് അതിന് പങ്കുണ്ടോ അനുമോളുടെ പ്ലാച്ചിയിൽ? സൂപ്പറാ യാറിന്തപ്പം. ഞാൻ അതിനകത്ത് പോയിട്ടില്ല. എന്നാൽ അതിനകത്ത് കയറ്റിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നേനെ. അതായത് നമ്മൾ ഈ അമേരിക്ക പുറം രാജ്യങ്ങളുടെ സിനിമയിലത്തൊക്കെ നിങ്ങൾ നോക്കിക്കോ, ബ്ലാക്ക് മാജിക് അതേപോലെയുള്ള പ്രോഗ്രാമുകളും അതേപോലെ വീഡിയോ ഇപ്പം ഇറങ്ങുന്നുണ്ട്. അതിനകത്തൊക്കെ നിങ്ങൾ നോക്കിക്കോ, ആണിയടിച്ചൊക്കെ കൊല്ലണത്, ആണിയടിച്ചൊക്കെ കാണിക്കണം. ഇതിന് ബാധേനെ കയറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് തന്നെ. അന്നേരം നമുക്ക് പറ്റാത്തതായിട്ടുള്ള സാധനമാണ് അവർ കൈ കൊണ്ടുവന്ന് അവർ ആഘോഷപരമായിട്ട് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു, അകത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. കഴിഞ്ഞ അണ്ണ മാറിയില്ല. ഞാൻ പറയട്ടല്ലോ. അപ്പൊ അണ്ണ പറഞ്ഞു വന്നെന്ന് കേട്ടല്ലോ. ഇതൊക്കെയാണ് അണ്ണ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തോന്നിടേ തോന്നുന്നത്? PR-ന്റെ സൈഡിലായിരുന്നു ആദ്യത്തെ ആക്രമണം. അനുമോള് അതിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. അത് തന്നെ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിക്കാണ്. കാരണം കുറെ വിവരദോഷികൾ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അവള് PR-ന്റെ ബലത്തിലാണ് ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും കുറെ വിവരദോഷികൾ നടക്കുന്നത്. അത്രയും വിവരമില്ലാത്ത, അത്രയും പൊക്കണമില്ലാത്ത, അത്രയും അവയർനെസ് ഇല്ലാത്ത, PR എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറെ വിവരദോഷികൾ. അത് പ്രത്യേകിച്ച് ഈ അസൂയ കുശുമ്പോ ഏഷണി മൂത്ത്
തലയ്ക്ക് ഭ്രാന്തായ കുറെ കണ്ടസ്റ്റന്റുകൾ ഈ സീസണിൽ നിന്ന് ഇറങ്ങി വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ പോയ സാമാനങ്ങളെല്ലാം കൂടി വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അനുമോളുടെ PR-ന്റെ ബലത്തിലാണ് ഉണ്ടാക്കിയത്, PR-ന്റെ ബലത്തിലാണ് ഉണ്ടാക്കിയെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനെ തുടർന്ന് അത് നല്ലപോലെ അഫക്റ്റ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കാരണം അത്രയ്ക്ക് മ്ലാച്ഛമായിട്ടാണ് അത് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ അനുമോള് കപ്പടിച്ച് PR-ന്റെ ബലത്തിൽ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ പൊതുവെ നടക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും ചർച്ച. അവൾ PR-ന്റെ ബലത്തിലാണ് കപ്പടിച്ചതെന്ന്. അത് വിവരമില്ലാത്തവരാണ് അതങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. PR കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ 8 ലക്ഷം രൂപ PR കൊടുത്ത ബിന്നി എന്തുകൊണ്ട് കപ്പടിച്ചില്ല? എന്തുകൊണ്ട് അവൾ കപ്പടിച്ചില്ല? കപ്പ് പോയിട്ട് എന്തിന്? ഫൈനൽ 5-ലോ ഫൈനലിൽ ഏതെങ്കിലും ഒരു ആഴ്ച പോലും അവൾ നിന്നില്ല. നേരത്തെ കാലത്ത് വീട്ടിൽ പോയി. അതുപോലും ചിന്തിക്കാനുള്ള ബോധവും പൊക്കണവും ഇല്ലാത്ത കുറെ വിവരദോഷികൾ, അത്രയ്ക്ക് വിവരദോഷികളുണ്ട്. ഷാനവാസ് PR ചെയ്തിട്ടുണ്ട് എന്നൊന്ന് ഷാനവാസ് അതുവരെ നിന്ന് PR-ന്റെ ബലത്തിലാണെന്നാ? ഒരിക്കലുമല്ല. ജനങ്ങളുടെ സപ്പോർട്ട്, സാധാരണക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവരൊക്കെ നിന്നത്. അനുമോൾ അവസാനം കപ്പടിച്ചു. അനുമോൾ കപ്പടിക്കാനുള്ള ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഞാൻ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ആ ആഴ്ചയിൽ വന്നിട്ട് ഈ അപരാധികളെല്ലാം കൂടി പുറത്തു പോയത് അകത്തു വന്ന് കയറിയിട്ട് അവളെ എടുത്തിട്ട് പൊരിച്ചായിരുന്നു. ആ പെണ്ണിനെ കരപ്പിച്ച് പണ്ടാരടക്കി കളഞ്ഞു. അവൾ ഒറ്റയ്ക്കിട്ട് വേട്ടയാടി കളഞ്ഞു. ഇതെല്ലാ റീസണും കൊണ്ടാണ് അവൾ ലാസ്റ്റ് കപ്പടിച്ചിട്ടുള്ളത്. ജെനുവിനായിട്ട് നിന്ന് അവൾ ആരെയും പിന്നെ നിന്ന് കുത്തുകയോ ഒന്നുമില്ല. പിന്നെ നിലനിൽപ്പിന് വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങൾ എല്ലാവരും പറയും. നമ്മൾ ആരും അത്ര മറ്റേ പുണ്യാളന്മാരൊന്നുമില്ല. ചെറിയ കള്ളങ്ങൾ നിലനിൽപ്പിന് വേണ്ടി പറയും. എന്ന് വെച്ചിട്ട് ജീവിതമേ കള്ളമാക്കി അല്ലെങ്കിൽ കൂടെ നിന്ന് കുത്തുകയും പിന്നിൽ നിന്ന് കുത്തുകയും അങ്ങനത്തെ ഒരു പരിപാടി ഇവൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതിന്റെ ഇടയിൽ കൂടി ഈ PR-ന്റെ ആരോപണം നിലനിൽക്കെ തന്നെ അടുത്ത മറ്റതും കൊണ്ടുവന്നു. പ്ലാച്ചിയിൽ സാത്താൻ സേവനം ചെയ്തുകൊണ്ട് അവൾ വെയ്യെന്ന്. ഇങ്ങനത്തെയൊക്കെ വിവരദോഷികളൊക്കെ എവിടെ നിന്ന് പൊട്ടി എഴുന്നള്ളി വരുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവന്മാർക്കൊന്ന് വംശനാശം സംഭവിക്കൂലേ? എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എന്ത് വിവരദോഷികളാണെന്ന്. സാത്താൻ സേവനം ചെയ്തുകൊണ്ട് പോയെന്ന് അവൾ അതിൻ്റെ അകത്ത്. അല്ലേ, ഇങ്ങനെയും കുറെ വിവരമില്ലാത്തവന്മാർ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ കുറെ വധൂരികൾ. ആ അപ്പാനി ശരത്ത് ഇടയ്ക്കെങ്ങാണ്ട് ഹൗസിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ഈ പാവയിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ അവളെന്തോ മന്ത്രം പറഞ്ഞെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വിവരക്കേടുകൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. യുവമാരെല്ലാം അല്ലെങ്കിൽ അവളുമാരെല്ലാം അവളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു. അത് ജനങ്ങൾ കണ്ടോണ്ടിരുന്ന ജനങ്ങൾ അവളെങ്ങ് നെഞ്ചിലേറ്റി. അത്രയേ ഉള്ളൂ. അതാണ് സംഭവിച്ചത്. അതിന് പോയിട്ട് സാത്താൻ സേവ മറ്റേ സേവ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിവരദോഷികൾ വന്നിരിക്കുന്നു. ആ വിവരദോഷികൾ ഇന്റർവ്യൂ എടുക്കാൻ വേറെ കുറെ വിവരദോഷികൾ, അതെടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേറെ കുറെ വിവരദോഷികൾ, അവനെടുത്ത് റിയാക്ട് ചെയ്യാൻ വേറെ കുറെ വിവരദോഷികൾ. അല്ലേ? അങ്ങനെ തന്നെ. അത് തന്നെ, ഞാനും വിവരദോഷിയായി. ഓക്കെ, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ പറ, ഇതൊക്കെ കണ്ടിട്ട് ഇവനൊക്കെ എന്ത് ചെയ്യാനാ, എന്ത് പറയാനാ? പക്ഷെ എൻ്റെ പൊന്നടാവേ, അനുമോൾ ഇന്ന് കേരളം കത്തിക്കുന്ന ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതും പല രീതിയിൽ. സാത്താൻ സേവ, PR, ശരിക്കും എനിക്കിതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. അവള് PR പൈസ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ എത്രയോ കൊടുക്കട്ടെ, അവൾക്ക് പറയാൻ മനസ്സുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. പക്ഷെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ ബലത്തിലാണ് അവൾ ഒരിക്കലും കപ്പടിച്ചതെന്ന് ഞാൻ പറയത്തില്ല. സീരിയസ്ലി. ഇതൊക്കെ ആരോട് പറയും? വിവരദോഷികളെ കൊണ്ട് തോറ്റല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടി പുതിയ വീഡിയോ ഇടണം. ബൈ.